ഇപ്പോൾ രാവിലെ തന്നെ നമ്മളൊന്ന് ഈ റിസോർട്ടൊന്ന് ചുറ്റിക്കാണാൻ വന്നതാണ്. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. തണുത്ത് വിറക്കുന്നത് എൻ്റെ മോനെ. എന്താ പറയുക, നല്ല അടിപൊളി ഒരു ഒന്ന് വിചാരിക്കുക ഗൈസ്. തണുപ്പായതുകൊണ്ട് വോയിസ് ഒന്നും ക്ലിയർ ആകുന്നുണ്ടാവില്ല. നല്ല കോടയാണ്. എന്താ പറയുക, നല്ലൊരു ലെവലിൽ ഞാനിപ്പോൾ സ്റ്റെപ്പ് ഇങ്ങനെ നോക്കിയത്. വേറൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് ഈ റിസോർട്ടിലേക്ക് വരുന്ന എൻട്രി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നല്ല നമുക്കൊരു പൂൾ പൈപ്പിലേക്ക് പോവാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വ്യൂ എന്ന് പറയുന്നത്. പൂളിനടുത്ത് ഇതാണ് ഗൈസ് ഇതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ എന്ന് പറയാൻ കഴിയില്ല. നല്ല കോടയിലുണ്ട്. ഇതാണ്ടോ, ഇതങ്ങ് നല്ല സൂമി കാണിച്ചു തരാം. ഏതൊരു കോളേജാണെന്ന് തോന്നുന്നു. അതല്ല അതൊരു കോളേജാണെന്ന് തോന്നുന്നു. കോളേജ് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്കിനി അങ്ങോട്ടേക്ക് നടന്നൊന്ന് പോയി നോക്കാം. ഇന്നലെ നൈറ്റ് വന്നുകൊണ്ട് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാമെന്ന് നമുക്കൊന്നും അറിയില്ല. നമുക്ക് ഇതിൻ്റെ നോക്കാം. ഒരു ക്ലാസ് കൂടുതലും കാണുന്നുണ്ട്. നമുക്കിതൊന്ന് കയറി നോക്കാം. നമ്മൾ വരുമ്പോൾ ഒന്നും ആരും ഉണ്ടായില്ലേ റിസോർട്ടിൽ. പിന്നെ കുറച്ച് നൈറ്റെല്ലാം കഴിഞ്ഞാലോ കുറച്ച് ആൾക്കാർ വന്നു തുടങ്ങി. ഇപ്പം ഇനി പൂളിൽ കഴിയുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. നമ്മൾ കഴിയുമ്പോഴായിരിക്കും ആൾക്കാർ വരിക. അതിൻ്റെ വീഡിയോ പിന്നീട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ മോർണിംഗാണ്. ഇപ്പം എല്ലാവരും ഇന്നലെ ലേറ്റായിട്ട് ഉറങ്ങി. അപ്പോൾ രാവിലെ പൂളിലെല്ലാം കീഞ്ചി ഇങ്ങനെ അടിപൊളി ബൈബിളിലാക്കി കോടെല്ലാം കണ്ട് സെറ്റാക്കാമെന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ഒരുത്തനും എണീക്കുന്നില്ല. എല്ലാം നല്ല ഉറക്കമാണ്, നല്ല തരിപ്പു. ഇതേണ്ട ഇത് അതിൻ്റെ താഴെ ഒരു ചെറിയൊരു അരുവിയാ തോടാ ഒന്നിങ്ങനെ ഓടുന്നു പോന്നേറ്റാ തോന്നുന്നു. നല്ല കോടയുണ്ട്. ഇതിപ്പോൾ ഒരു 7 മണി ആ ടൈം ആയതുകൊണ്ടാണ്. കുറച്ചും കൂടി എന്ന് വെച്ചാൽ കുറച്ചൊരു 6 മണി ആ ടൈം എത്തിയാൽ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവർ പറഞ്ഞത്. പക്ഷെ നമുക്ക് ആ ടൈം നമ്മൾ എണീച്ചില്ല. ഇന്നലെ ലേറ്റായി ഇറങ്ങിയോണ്ട് നല്ല ചൊരാണ്. നമുക്കിനി അടുത്ത ഒരു ഇതിലേക്ക് പോവാം. നല്ല ക്യാരംസ് കളിക്കാനുള്ള സൈറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷേ പൗഡറില്ല. എന്താ ചെയ്യുക, നമ്മൾ കുറേ നീക്കി നോക്കി, പക്ഷേങ്കിൽ ഒന്നും സെറ്റാവുന്നില്ല. പൗഡർ പറഞ്ഞുകൊണ്ട് കുറേ ഫാമിലിയെ വന്നിട്ട് നല്ല അടിപൊളിയാണ്. കുറേ 3 വണ്ടി വന്നിട്ടുണ്ട്. ആരാന്ന് അറിയില്ല. ഫാമിലി ആയിരിക്കും ഇരിക്കുന്ന അല്ലെങ്കിൽ കിട്ടില്ല. കർണാടക കാറിലുണ്ട്. എന്താ ഒരു വണ്ടി കൊണ്ട് നമ്മുടെ കാർ അങ്ങുള്ളേ. ഒരു വൈറ്റ് കാർ, ഹോണ്ട സിറ്റി. ഇതിവരെ പാർക്കിംഗ് ഏരിയ എന്ന് തോന്നി. ഇങ്ങോട്ടിന് വഴിയില്ല. ഇവിടെ നിന്നോടെ കഴിഞ്ഞു. ഇനി നമുക്ക് റൂമിലേക്ക് പോയാലോ. റൂമും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. നല്ല എൻട്രി എല്ലാം നല്ല അടിപൊളി, കുഴപ്പമില്ല, മോശമൊന്നുമില്ല. നമുക്ക് ചിപ്പനെ വിളിക്കാം. നല്ല ഉറക്കം എണീച്ചുണ്ടാവുന്ന വിചാരിക്കുന്നത്. കോളിമേലടിച്ചോക്കാം. നല്ല തരിപ്പ് മൂടാണ്. നല്ല തരിപ്പായിട്ടൊന്ന് ഉറങ്ങിയ മൂപ്പറ്. എണീക്കോ ഇല്ലൊന്നും അറിയില്ല. ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. തുറക്കുന്നുണ്ട്. കളിയെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്താ ഉറങ്ങി എണീച്ചാ ഉള്ളത്. നല്ല ഉറക്കാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. കാണിച്ചു തരാം.
റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. എടുത്തില്ലേ നമുക്ക് ഇവിടുന്ന് പോവാം. നല്ല ടയർഡാണ്. ഡിസ്റ്റർബ് നമുക്ക് ആക്കണ്ട. നമുക്കൊരു കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് നല്ല പൂളെല്ലാം കുളിച്ച് സെറ്റാക്കാം. ഇപ്പം കുറച്ച് ഇപ്പം നമ്മളെ കോട്ടേജിലേക്ക് പോയേക്കാണ്. കണ്ടാ സൂര്യൻ നല്ല അടിപൊളി സെറ്റിൽ കാണുന്നുണ്ട്. ഇതാണ് ഞാൻ കിടക്കുന്ന കോട്ടേജ്. ഇവിടെ ഞാനും ഒരു 2 ആൾക്കാർ കൂടി ഉണ്ട്. ഇതെല്ലാം ഇന്നലത്തെ ഫുഡിൻ്റെ വേസ്റ്റുകളാണ്. കാരണം നമ്മൾ കൂടാണ്ട് കുറച്ച് ആൾക്കാർ വന്നിനി. അവരെല്ലാം തിന്ന് ഇതെല്ലാം ഫുഡ് വേസ്റ്റാണ്. എന്താ ചെയ്യുക, ഇതെല്ലാം ഇനി വൃത്തിയാക്കണം. ഭയങ്കര ഇത് റൂമിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം കേട്ടോ, ഇതെല്ലാം എല്ലാം തിന്ന് ഫുൾ വേസ്റ്റാണ്. ഇതെല്ലാം ഇനി വൃത്തിയാക്കേണ്ട പണിയാണ് അറിയാം. ഇതല്ല ടി വി നമ്മൾ വരുമ്പോൾ നല്ല നീറ്റായിരുന്നേ. ഇതിപ്പോൾ ഇങ്ങനെ ആയതാണ്. ഇതെല്ലാം ഉണ്ടതിനിടാ ഫുൾ അലമ്പായി. ശരിക്കും പറഞ്ഞാൽ ഇത് അവർ 2 കിടക്കുന്ന റൂമ്. ഇത് എൻ്റെ റൂം അത്യാവശ്യം കുഴപ്പമില്ല. നല്ല വെളിച്ചം കാര്യങ്ങളുണ്ട്. നല്ല ലൈറ്റ് കാണിച്ച ഫാൻ എൻ്റെ അമ്മ ഫാൻ ടൈപ്പിനൊക്കെ നോക്കണ്ട മോനെ. നല്ല തണുത്ത് ഫ്രീസാവും. കണ്ണാടി, ഇത് ബെഡ്, പിന്നെ ബാത്റൂമും ഒക്കെ കുഴപ്പമില്ല. നല്ല അടിപൊളി ബാത്റൂമാണ്. ഷവറുണ്ട്. അത്യാവശ്യം ഓക്കെ. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് പൂളിൽ പോകുന്ന വീഡിയോസ് കാണിച്ചു തരാം. ഇതുണ്ടോ ഫുള്ളും കണ്ട ഫുൾ റൂം മൊത്തം വേസ്റ്റും കാര്യങ്ങളാണ്. ഇതെല്ലാം എങ്ങനെയാണ് വൃത്തിയാക്കണമെന്ന് ഒരു ഐഡിയ ഇല്ല. അവർ വൃത്തിയാക്കൊന്നും അറിയില്ല. നമ്മൾ ഏകദേശം വേസ്റ്റുകൾ നട്ടിച്ച് ഒരു തഞ്ചിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി അത് നമ്മൾ കളയേണ്ടി വരും. പാത്രമൊക്കെ നമ്മൾ എന്തായാലും കളയേണ്ടി വരും. ഓക്കെ. ഇത് വയനാട് മാനന്തവാടിക്കടുത്താണ് ഈ റിസോർട്ട് വരുന്നത്. ഏകദേശം മാനന്തവാടിയിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ വരും. മോർണിംഗ് മിസ്റ്റ് എന്നാണ് ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ പേര്. അത്യാവശ്യം നല്ല റിസോർട്ട് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് സ്റ്റേ ചെയ്യാനുള്ള കുറച്ച് കാണാനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു ഡിസംബർ ആ ടൈം മാസത്തിൽ നമ്മളിപ്പോൾ ടൂർ വിസിറ്റ് ചെയ്തെങ്കിൽ ഇവിടെ വന്നെങ്കിൽ ഇപ്പം തന്നെ തണുപ്പ് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്നാൽ ഡിസംബർ മാസത്തിൽ എന്തെങ്കിൽ നല്ല 1.5 തണുത്ത് ഉറച്ചിട്ടുണ്ടാവും മോനെ. ഇപ്പം തന്നെ ബറക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ കണ്ടില്ല. നടന്നു വരുമ്പോൾ ഒരു കതപ്പ്. ഇത് നമ്മളിന്നലെ ഗ്രില്ലഡ് എല്ലാം ചെയ്തതാണ്, ക്യാമ്പ് ഫയർ അങ്ങനത്തെ എല്ലാം. പക്ഷെ അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിച്ചില്ല. പിന്നെ ജസ്റ്റ് ഒരു വീഡിയോസ് എടുത്തെന്ന് വെച്ചാൽ എല്ലാം നമ്മളെന്തായാലും ഫുൾ വൈബായിരുന്നു. പിന്നെ അതെല്ലാം അങ്ങ് പോയി. പിന്നെ അതിൻ്റെ വീഡിയോ നൈറ്റ് ആയിരുന്നുകൊണ്ട് നല്ലൊരു ആ ഒരു വൈബിലൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിച്ചില്ല. എല്ലാം എന്താ പറയുക, ഫിഷ് ചിക്കൻ എല്ലാം ഗ്രില്ലഡ് ആക്കിച്ച് കഴിക്കലേനു. ഇത് ഇന്നലെ വെയിറ്റങ്ങൾ അടിച്ച കുപ്പിയാണ്, ബക്കാടി. ഏകദേശം 2 കുപ്പി കഴിഞ്ഞിനി. പിന്നെ ഫുൾ നല്ല ഇതൊരു മുളയാണ്. നല്ല കുഴപ്പമില്ല, അടിപൊളിയാണ്. ഞാൻ ഇങ്ങോട്ടൊരു ചെറിയൊരു കിച്ചൺ സെറ്റപ്പെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളവിടെ നിന്ന് കുക്കാക്കിയിട്ടില്ല. ഇവർ ഇവിടുന്ന് കുക്കാക്കണമെങ്കിൽ ഒരു സെപ്പറേറ്റ് മുൻകൂട്ടി വിളിച്ചു വരണമെന്നാണ് ഇവർ പറഞ്ഞത്. ഷെൽഫും കാര്യങ്ങളുണ്ട്. ഗ്യാസ് താഴെയുണ്ട്. നമ്മൾ താഴെന്ന് കുക്ക് ചെയ്ത് വർക്ക് ഏരിയയിലേക്കോട്ട് പോവാം. ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം വർക്ക് ഏരിയ ഒന്നുമല്ല, പിന്നെ ബാക്ക് ഭാഗമാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ് സ്ഥലം. ഫാമിലി അയച്ച് വന്നവർക്ക് നല്ല അടിപൊളി ഒരു പ്രൈവസിയിൽ നോക്കുന്നവർക്ക് നല്ല അടിപൊളി കോട്ടേജാണിത്, കുഴപ്പമില്ല. ഇതാണ് ഈ റിസോർട്ടിൻ്റെ നമ്മൾ കയറി വരുമ്പോൾ എൻട്രൻസ്. മോർണിംഗ് മിസ്റ്റ് അത്യാവശ്യം കൊള്ളാം. ഇങ്ങോട്ടെല്ലാം പോയി എവിടെ എത്തുമെന്ന് അറിയില്ല. നല്ലൊരു അഡ്വഞ്ചർ സ്പോട്ടാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാത്ത വിധത്തിൽ
അങ്ങോട്ടുള്ള നല്ല അടിപൊളി കാണാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. പിന്നെ നല്ല തണുപ്പാണ്, ഭയങ്കര നല്ല തണുപ്പുണ്ട്. ഇപ്പം തന്നെ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല. ഇപ്പം വിചാരിക്കുന്ന കുറച്ച് ജാക്കറ്റിലിട്ട് വന്നാൽ മതിനു, പക്ഷെ ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം, എന്തെങ്കിലും ഒരു ഇതാ നോക്കി ഉണ്ടെങ്കിലോ. ഗേറ്റ് പൂട്ടാം, പക്ഷെ നമുക്കൊന്ന് മുകളിലേക്ക് പോയി ചേരാം. മുകളിൽ എന്താണെന്ന് അറിയില്ല, ജസ്റ്റ് ഒന്ന് മോർണിംഗ് വാക്ക് പോലെ ഇറങ്ങിയതാണ്. നല്ല മോർണിംഗ് നല്ല നടക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയ എന്താ പറയുക, ഒരു ലൈറ്റ്, ഒരു സൺലൈറ്റും പിന്നെ അതിലൂടെ ഒരു മോർണിംഗ് വാക്ക് അടിക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. എന്താ പറയുക, നല്ല അവിടെ ഒരു വലിയ കാണാൻ പാകത്തിലൊന്നും ഇല്ല, കുന്നും മലയും വിറകും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടല്ലേ അത്യാവശ്യം നമ്മളങ്ങോട്ട് പോകുന്നില്ല, കാരണം അറിയാത്ത സ്ഥലമല്ലേ. അത്യാവശ്യം കൊള്ളാം. ഇതെല്ലാം നമ്മളെ റിസോർട്ടിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഈ കാട് കാര്യങ്ങളെല്ലാം എല്ലാം ഇവരെ സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങോട്ടെല്ലാം കുറേ എന്തെല്ലാം വരണം എന്നുണ്ട്, എല്ലാം വൃത്തിയായിക്കൊണ്ട് നിൽക്കണം തോന്നുന്നു. നമ്മളിതാ പൂളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നല്ല തണുത്ത് ഉറക്കുന്നുണ്ട്. അപ്പം എല്ലാം റെഡിയായിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടാവും അറിയില്ല, നമുക്കൊന്ന് കീ നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. ഇതാ നമ്മളെ നിഖിൽ എന്ന് പറഞ്ഞ എങ്ങനെ ഇടയുണ്ട്, ഒരു ഹായോട്. ഇതാ നമ്മളിതാ ജിപ്പ് ഇതാ പൂളിലേക്ക് തുള്ളിയാണ്. ജിപ്പ് എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? ഇത് നമ്മളെ ഇയാസ്ക. എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? എങ്ങനെയുണ്ട്? അടിപൊളിയാ. തണുപ്പുണ്ടോ? എന്നെ ബാക്കിൽ നിന്ന് വലിയ ആ നമുക്കൊന്ന് തുള്ളി നോക്കാം, ഒന്ന് ഫ്രഷ് ആയിട്ട്. നല്ല ഇതുണ്ട്, നല്ല തണുപ്പുണ്ടെന്നാണ് ജിപ്പം പറയുന്നത്. നമ്മൾ ചായ കുടിക്കുകയാണ്, നല്ല അടിപൊളി ചായ, നല്ല ഈ ഒരു ഇതിൽ വെച്ചിട്ട്. നല്ല അടിപൊളി കോഫി കേട്ടോ, ചായ അല്ല കോഫിയാണ്, നല്ല അടിപൊളി. പത്തലു പൂരിയാണ്. അനക്കൊരു മുട്ടാണ് ഇന്ന് ശിവരാത്രിയാ. എടാ ഒരു മുട്ട കയറോട്ടെ. നമ്മൾ ആ പൂളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇപ്പത്തുള്ളും രണ്ട് നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്തോ എടുത്തോ, ഇത് കിട്ടുന്നുണ്ട്. നല്ല തണുപ്പാണ്, എന്താ പറയാന്നറിയില്ല, നല്ല തണുത്ത് വിറക്കുന്നുണ്ട് ഞാൻ.
നമ്മൾ നേരത്തെ ഈ സ്ഥലം കാണിച്ചിട്ടില്ല. ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നിഖിൽ ജിപ്പൻ നമുക്കൊന്ന് ആ സൈഡിലേക്ക് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഈ കോട്ടേജിന് ലാസ്റ്റ് എൻഡിങ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടുന്ന് താഴേക്ക് പോയി എന്തായാലും അങ്ങ് റോട്ടുമിലെത്തും. വീണ് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം. നല്ല കുറേ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന സ്ഥലത്താണ് ഈ എന്താ പറയുക ഈ റിസോർട്ടുള്ളത്. ഏകദേശം ഒരു മലേൻ്റെ മുകളിലാണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഒരു മലേൻ്റെ മുകളിൽ തന്നെ ഉള്ളതല്ലോ. ഇറങ്ങിയാണ് നമ്മൾ ഇവിടുന്ന് വീട് റൂം വെക്കേറ്റ് ചെയ്ത് പോക്കാണ്. നമുക്കിനി ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ഇതാ ഗൈസ് നമ്മളിതാ ഇവിടുന്ന് പോവുകയാണ്. ഫ്രണ്ടിലിരിക്കുന്നല്ലേ റെക്കോർഡ് ചെയ്യുന്നു. അറിയില്ല. നമ്മളിപ്പോൾ ഗൈസ് നമ്മളിതാ മന്തിക്ക് കയറിച്ചുള്ളത്. നമ്മളിപ്പോൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് വന്നിച്ച് എല്ലാവർക്കും നല്ല വിശപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ മന്തി ചെയ്ത് മന്തി ആ പീസ് വേണോ ഗൈസ്? നമ്മളിതായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കലാണ്. കുഴപ്പമില്ല, നല്ല അടിപൊളി മന്തി തന്നെയാണ്. എങ്ങനെയുണ്ട് മന്തി? സൂപ്പർ അല്ലേ? അവര് വെജിറ്റേറിയൻ ആയതുകൊണ്ട് അവരെന്തല്ലോ ഒന്നും പേരൊന്നറിയില്ല, എന്തോ വാങ്ങിനാണ്. അങ്ങനെ ഗൈസ് നമ്മളിതെല്ലാം തിന്ന് കഴിഞ്ഞ് എല്ലാം ഫിനിഷായിരിക്കുകയാണ്. ഒരു ആറിലും ഒരു കഷ്ണം വരെ ബാക്കിയില്ല. ഫുൾ വാനിഷ്. ഓക്കെ, എന്നാൽ നമുക്ക് ഇതാ അടുത്തേക്ക് കാണാം. ഓക്കെ ശരി.